Hi, my name is Naufia. Today we are starting our journey into data analytics. ഈ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്ന വേർഡ്സ് ആണ് അല്ലെ, ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ അനാലിസിസ്, ഡേറ്റ സയൻസ് എന്നൊക്കെ. അപ്പം ഈ ഡേറ്റ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇന്ന് ഏതൊരു മേഖല എടുത്താലും എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഫിനാൻസ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഷോപ്പിംഗ്, അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ഏതൊരു മേഖല എടുത്താലും അവിടെ ഡേറ്റ എന്നൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ഹാസ് നോ മീനിങ് എന്നാണ് പറയുന്നത്. അതായത് ഡേറ്റ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്, പല ഫോർമാറ്റിലുണ്ട്. ടെക്സ്റ്റ് ഫോർമാറ്റിലുണ്ട്, നമ്പർ ഫോർമാറ്റിലുണ്ട്. ഇപ്പം എന്റെ പേരാണെങ്കിൽ നൗഫിയ എന്നൊരു പേരാണെങ്കിൽ അത് എന്ത് ഫോർമാറ്റാ? അതൊരു കാറ്റഗറിക്കൽ ഫോർമാറ്റാ. അതായത് കാറ്റഗറിക്കൽ ഡേറ്റ ആണ്. അതായത് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ്. ഇപ്പൊ എന്റെ വയസ്സ്, ഏജ് എന്താ വരിക? അതൊരു നമ്പർ ഫോർമാറ്റ് ആണ്. അതായത് ഒരു ന്യൂമറിക്കൽ ഡേറ്റയാണ് ഏജ് എന്ന് പറയുന്നത്. പിന്നെ ഓഡിയോ ഫോർമാറ്റിലുണ്ട്, വീഡിയോ ഫോർമാറ്റിലുണ്ട്, ഇമേജ് ഫോർമാറ്റിലുണ്ട്. അങ്ങനെ പല തരത്തിലാണ് നമുക്ക് ചുറ്റും ഡേറ്റകൾ ഉള്ളത്. അപ്പം ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത്, ആ ഒരു ഡേറ്റ എടുത്ത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരു എക്സൽ ഷീറ്റ്, അതിനകത്ത് കുറെ ഡേറ്റകൾ ഉണ്ട്, അത് നമുക്ക് ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല, അതിൽ നിന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഡേറ്റനെ നമ്മൾ അനലൈസ് ചെയ്ത്, അതിനെ വിഷ്വലൈസ് ചെയ്ത്, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ അതിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസൈറ്റുകൾ നമുക്ക് എടുത്ത് അതിൽ നിന്നും നമ്മൾ ഒരു ബെറ്റർ ഡിസിഷനിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഡേറ്റ കൊണ്ട് ഒരു മീനിങ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഡേറ്റ കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവുന്നത്, അല്ലെ? അപ്പം നമ്മൾ ഈ ജേർണിയിലൂടെ ഡേറ്റ അനലിറ്റിക്സ് എന്താണെന്നും, എങ്ങനെ അനലൈസ് ചെയ്യാന്നും വിഷ്വലൈസ് ചെയ്യാന്നും, എങ്ങനെ ആ ഡേറ്റ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാന്നും റിപ്പോർട്ട് ചെയ്യാന്നും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വാട്ട് ഈസ് ഡേറ്റ അനലിറ്റിക്സ്? ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് റോ ഡേറ്റ ടു ഫൈൻഡ് യൂസ്ഫുൾ ഇൻസൈറ്റ്, പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ഡേറ്റനെ നമ്മൾ എക്സാമിനിങ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. എക്സാമിനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ ഡേറ്റനെ പഠിക്കുക. ആ ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണോ മനസ്സിലാകുന്നത് അതൊക്കെ വ്യക്തമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എടുക്കുക. ആ ഡേറ്റനെ പറ്റി ഫുള്ള് നമ്മൾ പഠിക്കുക. അതാണ് എക്സാമിൻ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റനെ പറ്റി പഠിച്ച് അതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റുകൾ എടുത്ത് അതിനകത്ത് പാറ്റേൺസോ എന്തെങ്കിലും ട്രെൻഡുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അവസാനം അതിനെ അതിന് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഇംപ്രൂവ് ചെയ്യാൻ പാകത്തിന് ഒരു ഡിസിഷനിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും ഡേറ്റ അനലിറ്റിക്സ് ചെയ്യുന്നത് പാസ്റ്റ് ഡേറ്റയ്ക്കകത്താണ്. ഓക്കെ, അപ്പം ആ ഡേറ്റയ്ക്കകത്ത് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്, ആ ബിസിനസ്സിൽ എന്താണ് സംഭവിച്ചത്, അത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, ഇനി ഫ്യൂച്ചറിലേക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പാസ്റ്റ് ഡേറ്റയിൽ നിന്നും കണ്ടുപിടിച്ച് ഒരു ബിസിനസ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു റീറ്റെയിൽ സ്റ്റോർ, ആ റീറ്റെയിൽ സ്റ്റോറിൽ ഒരു ഡേറ്റ അനലിസ്റ്റിന്റെ വർക്ക് എന്തൊക്കെയായിരിക്കും? ഇപ്പം ഒരു സെയിൽസ് ഡേറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത്, ഏത് പ്രൊഡക്റ്റിനാണ് ഏറ്റവും കുറവ് സെയിൽസ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി കസ്റ്റമേഴ്സിന്റെ ഡേറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ചില കസ്റ്റമേഴ്സ് ഒരു സ്റ്റോറിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ചില കസ്റ്റമേഴ്സ് വല്ലപ്പോഴും ആയിരിക്കും ആ ഒരു സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മോസ്റ്റ് വാല്യുവബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ പർച്ചേസ് നടക്കുന്നത്, എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വരുമ്പോൾ പർച്ചേസ് കൂടുന്നുണ്ടോ, അതായത് ഏതെങ്കിലും മാസത്തില് കഴിഞ്ഞ മാസത്തേനേക്കാൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം പർച്ചേസിങ് അല്ലെങ്കിൽ സെയിൽസ് കൂടുതൽ നടന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിനുശേഷം ഇനി വരുന്ന ഫ്യൂച്ചറിലേക്ക് എങ്ങനെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാം എന്നൊരു ഡിസിഷൻ വരെ എത്തിക്കലാണ് അവിടുത്തെ ഒരു ഡേറ്റ അനലിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.
നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് ആണ്. ഡേറ്റ അനലിറ്റിക്സ് 4 ടൈപ്പ് ആണുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ്, ഡയഗ്നോസ്റ്റിക് ഡേറ്റ അനലിറ്റിക്സ്, പ്രെഡിക്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻഡ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഞാൻ പറഞ്ഞു നമ്മൾ പാസ്റ്റ് ഡേറ്റയ്ക്കകത്താണ് ഡേറ്റ അനലിറ്റിക്സ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്, സെയിൽസ് കൂടുതൽ നടന്നോ, സെയിൽസ് കുറഞ്ഞു പോയോ, എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കലാണ് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ്. നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതായത് സെയിൽസ് കൂടിയെങ്കിൽ എന്തുകൊണ്ടാണ് സെയിൽസ് കൂടിയത്, സെയിൽസ് കുറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് സെയിൽസ് കുറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ. ഓക്കെ. നെക്സ്റ്റ് പ്രെഡിക്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ്. അത് വാട്ട് വിൽ ഹാപ്പൻ, ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, അടുത്ത മാസം സെയിൽസ് എങ്ങനെയായിരിക്കും, ഒരു വർഷം കഴിയുമ്പോൾ സെയിൽസ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതാണ് പ്രെഡിക്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പ്രിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ്. പ്രിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനലിറ്റിക്സിൽ വാട്ട് ഷുഡ് വി ഡു, സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസിഷൻ, നമ്മുടെ എന്താണോ നമ്മുടെ ബിസിനസ്, ആ ബിസിനസ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഡിസിഷൻ എടുക്കുന്ന ആ ഒരു അനലിറ്റിക്സ് ആണ് പ്രിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഡേറ്റ അനലിറ്റിക്സ് പ്രോസസ്സ്. ഡേറ്റ അനലിറ്റിക്സിന് നമുക്ക് 4 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ ആണ്. നമുക്ക് ഡേറ്റ എന്ന് പറയുന്നത് പല സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ. ഇപ്പം നമുക്ക് വെബ്സൈറ്റിൽ നിന്നും വെബ് സ്ക്രാപ്പിംഗ് വഴി ഡേറ്റ കളക്ട് ചെയ്യാം. ഓരോ ഏതെങ്കിലും കമ്പനികളുടെ സൈറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ഗവൺമെന്റ് സൈറ്റുകളിൽ നിന്നും അങ്ങനെയൊക്കെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ച് ഡേറ്റേനെ എടുക്കുന്നതിനെയാണ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഡേറ്റ കളക്ഷൻ ആണ്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡേറ്റ ക്ലീനിങ്. നമ്മൾ ഇങ്ങനെ പല സോഴ്സിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഡേറ്റ ഒരിക്കലും ക്ലീൻഡ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണും, ചിലപ്പം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കാണും, ചിലപ്പം നള്ളായിട്ട് കിടക്കുന്ന ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന വാല്യൂസ് കാണും. അപ്പം ഒരിക്കലും ഫുൾ ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കത്തില്ല നമുക്ക് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് റിയൽ വേൾഡ് ഡേറ്റ ഒരിക്കലും ക്ലീൻഡ് ആയിരിക്കത്തില്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ, കാഗിളിൽ നിന്നൊക്കെ എടുക്കുന്നത്, അപ്പൊ നമുക്ക് ക്ലീൻഡ് ആയിട്ടുള്ള ഡേറ്റ ഒക്കെ കിട്ടാം. പക്ഷെ നമ്മുടെ റിയൽ വേൾഡ് ഡേറ്റയിലോട്ട് വരുമ്പോൾ അതിനകത്ത് പലതും നമുക്ക് ക്ലീൻ ചെയ്യാൻ കാണും. അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ റിമൂവ് ചെയ്യുക, ബ്ലാങ്ക് വാല്യൂസിനെ ഫില്ല് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ് ആണ്. ഓക്കെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ അനാലിസിസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് നമ്മൾ പലപ്പോഴും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഡേറ്റ അനാലിസിസും ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ അനലിറ്റിക്സിലെ ഒരു സ്റ്റെപ്പാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ പഠിച്ച് അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇൻസൈറ്റുകൾ എടുക്കുക, അതിനെ അനലൈസ് ചെയ്യുക ആ ഡേറ്റനെ, അതാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷെ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ കുറച്ചും കൂടെ നമ്മൾ അതിനകത്ത് പ്രഡിക്ഷനും ഡിസിഷൻ മേക്കിങ്ങും ഇന്റർപ്രിട്ടേഷനും റിപ്പോർട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അതാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അതെപ്പോഴും ഓർത്തിരിക്കണം. അത് മിക്സ് ആയി മാറിപ്പോവരുത്. നമ്മൾ പലപ്പോഴും ഡേറ്റ അനലിറ്റിക്സിന് പകരം ഡേറ്റ അനാലിസിസ് നമ്മൾ പറയും. പക്ഷെ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഡേറ്റ അനലിറ്റിക്സിലെ ഒരു സ്റ്റെപ്പാണ്. ഓക്കെ. ദ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡേറ്റ വിഷ്വലൈസേഷൻ, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു ടേബിൾ ഫോർമാറ്റിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഡേറ്റേനെക്കാട്ടിലും നമുക്ക് എപ്പോഴും ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ 12 മാസത്തെ സെയില് ഒരു ടേബിളില് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതും ഒരു ചാർട്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏത് മാസമാണ് സെയിൽ കൂടുതലെന്ന് ആ വിഷ്വലൈസേഷൻ നോക്കിയാൽ മനസ്സിലാവും. റൈറ്റ്. അപ്പം ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ
നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുക, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക, റിപ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഡേറ്റ അനലിറ്റിക്സിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൂൾസ് യൂസ്ഡ് ഇൻ ഡേറ്റ അനലിറ്റിക്സ്. നമ്മൾ ഇവിടെ പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് ആണ്. നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകുമ്പം ഹഡൂപ്പ് പോലെയുള്ള ടൂൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പൈത്തൺ, ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇത് ഈസി ആയിട്ടുള്ള 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്, ഫ്രീ ആണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ദെൻ SQL, എക്സൽ, പവർ BI, ടാബ്ലോ. ഡേറ്റ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ് പവർ BIയും ടാബ്ലോയും നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സലിലും ഡേറ്റ വിഷ്വലൈസേഷൻ ചെയ്യാം, പക്ഷെ പവർ BIക്കകത്ത് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരുപാട് ടൂൾസ് ഉണ്ട്, അഡ്വാൻസ്ഡ് വേർഷൻ കിട്ടും. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മൾ കുറച്ച് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സുകൾ, സ്റ്റാറ്റിസ്റ്റിക് മെത്തേഡ്സ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം, ഡേറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡേറ്റ അനലിറ്റിക്സ്. നമ്മൾ പറഞ്ഞു കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, 2 ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഡേറ്റയിലുള്ള മെയിൻ ഫീച്ചേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സമ്മ്, കൗണ്ട്, മീന്, മീഡിയൻ, മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് 3 ടൈപ്പാണുള്ളത്: മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് ഡിസ്പേർഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് മീൻ, മീഡിയൻ, മോഡ്, ഇത് 3ആണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. മീൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് 10 വാല്യൂസ് ആണ് ഉള്ളതെങ്കിൽ ഈ 10 വാല്യൂസിനെ ആഡ് ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്നതാണ് മീൻ എന്ന് പറയുന്നത്. അതായത് ആ ഡേറ്റയുടെ ആവറേജ്. ഇനി മീഡിയൻ എന്ന് പറയുന്നത് ആ ഡേറ്റ സെറ്റിന്റെ മിഡിൽ വാല്യൂ ആണ്. അതായത് നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് വരുന്ന മിഡിൽ വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. ആൻഡ് മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഒക്കറിംഗ് വേരിയബിൾ വാല്യൂ. അല്ലെങ്കിൽ അതെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഡേറ്റ സെറ്റ് 10, 15, 20, 15, 30, 15 ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വാല്യൂ വന്നിരിക്കുന്ന വാല്യൂ ഏതാ? 15, 3 തവണ വന്നിട്ടുണ്ട്. അപ്പം ആ ഡേറ്റ സെറ്റിന്റെ മോഡ് എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, അതാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്. അപ്പം ഇതിലെല്ലാം നമ്മൾ ആ ഒരു ഡേറ്റ സെറ്റ് എന്തോരം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മെഷർ ഓഫ് ഡിസ്പേർഷനകത്ത് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞ മോഡിന്റെ കേസ് തന്നെ പറയാം. 10, 15, 20, 15, 30, 15. ഇവിടെ 10 എത്ര തവണ വന്നിട്ടുണ്ട്? ഒരു തവണ. അപ്പൊ 10ന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1ആണ്. 15 3 തവണ വന്നിട്ടുണ്ട്. 15ന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3ആണ്. എത്ര തവണ ഒരു വേരിയബിൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡേറ്റ സെറ്റിൽ നിന്നും എന്തൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട്. അനോവ, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. അതായത് നമുക്കൊരു ഹൈപ്പോത്തസിസ് കാണും, നമുക്കൊരു അസംഷൻ കാണും. അത് ശരിയാണോ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ, അതോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ ടെസ്റ്റിങ്ങിലൂടെയാണ്. ഓക്കെ, പല ടെസ്റ്റ് ഉണ്ട്. കൈസ്കോർ ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അനോവ, അനക്കോവ, അങ്ങനെ കുറെ ടെസ്റ്റുകളുണ്ട്. നെക്സ്റ്റ് റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റയ്ക്കകത്ത് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് റിഗ്രഷൻ അനാലിസിസിലൂടെ നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ട വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ
നമുക്ക് എന്താണോ നമ്മുടെ ഡേറ്റയിൽ അതുമായിട്ട് ആ ഡിപ്പെൻഡന്റ് വേരിയബിളിലും അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറയും. അതായത് ആ ഡേറ്റ സെറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേരിയബിൾസ് ഉണ്ടല്ലോ. അപ്പം ഈ രണ്ട് വേരിയബിൾസും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസിലൂടെ നോക്കുന്നത്. ദെൻ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു റിലേഷൻ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ റിലേഷൻ എങ്ങനെയുള്ളതാണ്, എത്രത്തോളം സ്ട്രോങ് ആണ് എന്നൊക്കെ നോക്കുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു സാലറിയുടെയും എക്സ്പെൻഡിച്ചറിന്റെയും കേസ് എടുക്കാം. അപ്പം ഇവിടെ നമുക്ക് എന്താ, സാലറി കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻഡിച്ചറിലും മാറ്റം വരുവാണെങ്കിൽ ഈ അതായത് ഇപ്പൊ സാലറി 1000 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ 250 ആയിരുന്നു. സാലറി 2000 ആയപ്പം എക്സ്പെൻഡിച്ചർ 500 ആയി. അങ്ങനെ സാലറിക്ക് അനുസരിച്ച് എക്സ്പെൻഡിച്ചറിൽ മാറ്റം വരുവാണെങ്കിൽ, കൂടുന്നതിനനുസരിച്ച് ഇതും കൂടുവാണെങ്കിൽ അത് നമുക്ക് ഒരു പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി സാലറി കൂടുന്നതിനനുസരിച്ച് ഈ എക്സ്പെൻഡിച്ചർ കുറയുവാണ് ചെയ്യുന്നത്, അപ്പം അത് നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ദെൻ ഇത് തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല അവിടെ, അപ്പം സീറോ കോറിലേഷൻ ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായി കാണുമല്ലോ അല്ലെ? അപ്പൊ ഞാൻ ഇൻട്രഡക്ഷൻ പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് എന്താന്നുള്ളത് പറഞ്ഞു പോയി, അതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാന്നുള്ളത്, ആ സ്റ്റെപ്പുകൾ പറഞ്ഞു. അതായത് ഡേറ്റ ക്ലീനിങ്, ഡേറ്റ കളക്ഷൻ, ഡേറ്റ ക്ലീനിങ്, ഡേറ്റ അനാലിസിസ്, ഡേറ്റ വിഷ്വലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ടൂളുകൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു, ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഒരു ഐഡിയ, ഡേറ്റ അനലിറ്റിക്സിനെ പറ്റിയിട്ടുള്ള ഒരു മെയിൻ ഐഡിയ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഓക്കെ, അപ്പം ഞാനിനി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സലിലാണ്. എക്സലൊക്കെ പഠിച്ചതായതുകൊണ്ട് ഞാൻ എല്ലാ ബേസിക് കാര്യങ്ങളും പറയുന്നില്ല, പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളല്ല, ഫോർമുലാസും ഫങ്ഷൻസും എല്ലാം പറഞ്ഞു തന്നെ നമുക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ എക്സൽ ഫങ്ഷൻസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഒരു ഡാറ്റ സെറ്റ് എടുത്തിട്ടുണ്ട്. ഡാറ്റ സെറ്റ് ഒരു റീറ്റെയിൽ സെയിൽസ് ഡാറ്റ സെറ്റ് ആണ്. ആൻഡ് ഇതിനകത്ത് വേരിയബിൾസ് ഒക്കെ എന്ന് ഞാൻ പറയാം. ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ട്. ട്രാൻസാക്ഷൻ ഐ ഡി യൂണീക്ക് ഐ ഡി ആണ്. ആ ഒരു ട്രാൻസാക്ഷൻ നടന്നതിന്റെ ഐ ഡി. പിന്നെ ഡേറ്റ്, കസ്റ്റമർ ഐ ഡി ഉണ്ട്, അതും യൂണീക്ക് ആണ്. ജെൻഡർ ഉണ്ട്, കസ്റ്റമറിന്റെ ജെൻഡർ ആൻഡ് കസ്റ്റമേഴ്സിന്റെ ഏജ്, പ്രൊഡക്റ്റ് കാറ്റഗറി, ഏത് പ്രൊഡക്റ്റ് ആണോ അവർ വാങ്ങിയത് അതിന്റെ കാറ്റഗറി, എത്ര ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്, പിന്നെ പ്രൈസ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന്റെ പ്രൈസ് ആൻഡ് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളതും. ഇത്രയാണ് ഡേറ്റ സെറ്റിനകത്തുള്ളത്. അതായത് ഇതൊരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഉള്ള ഒരു ഡേറ്റ സെറ്റ് ആണ്. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് കൗണ്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പം കൗണ്ട് ഫങ്ഷൻസ് നമ്മൾ എന്തിനാ നമ്മൾ കൗണ്ട് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് എത്രണ്ണം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മൾ കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്രയുണ്ടെന്ന് നോക്കാം, എത്ര വാല്യൂസ് ഉണ്ടെന്ന് നോക്കാം. 1000. ഓക്കെ, അപ്പം നമുക്ക് കൗണ്ട് ഓഫ് ഓക്കെ, ഇപ്പം നമ്മൾ ടോട്ടൽ എമൗണ്ട് എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ജെൻഡറിന്റെ കൗണ്ട് എത്രയാന്നുള്ളത് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, കൗണ്ട് ഓഫ് 0. പക്ഷെ അതെന്താ അങ്ങനെ വന്നത്? ഇവിടെ എം ടി കോളം അല്ല, ഇവിടെ വാല്യൂസ് ഉണ്ട്. ദെൻ നമ്മൾ ജെൻഡറിന്റെ കൗണ്ട് കണ്ടുപിടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് 0 വന്നത്? ബിക്കോസ് ഈ ജെൻഡർ എന്ന് പറയുന്നത് കാറ്റഗറിക്കൽ വേരിയബിൾ ആണ്. ജെൻഡറും പ്രൊഡക്റ്റ് കാറ്റഗറിയും കാറ്റഗറിക്കൽ വേരിയബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് കാറ്റഗറിയും കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കൗണ്ട് കണ്ടുപിടിച്ച് നോക്കാം. നോക്ക് 0 കണ്ടോ, നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ന്യൂമറിക്കൽ വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ
അപ്പം കാറ്റഗറിക്കൽ വേരിയബിളിന്റെ കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ കൗണ്ട് എ, ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. കണ്ടോ, 1000. ഇവിടെയും ചെയ്ത് നോക്കാം. കണ്ടോ, അതായത് നമ്മൾ കൗണ്ട് എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് കാറ്റഗറിക്കൽ വേരിയബിളിന്റെയോ ന്യൂമറിക്കൽ വേരിയബിളിന്റെയോ ആൽഫ ന്യൂമറിക്കൽ വേരിയബിൾസിന്റെയോ ഒക്കെ നമുക്ക് കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ കൗണ്ട് എന്ന ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽ വേരിയബിളിന്റെ മാത്രം കൗണ്ടേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് കൗണ്ട് ബ്ലാങ്ക്. ഓക്കെ, കൗണ്ട് ബ്ലാങ്ക് നമുക്ക് ഈ ജെൻഡർ കോളത്തിന്റെ കൗണ്ട് ബ്ലാങ്ക് കണ്ടുപിടിച്ച് നോക്കാം. 0. ഈ കൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡേറ്റ സെറ്റിൽ എത്ര നൾ വാല്യൂസ് അല്ലെങ്കിൽ ബ്ലാങ്ക് വാല്യൂസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബ്ലാങ്ക് വാല്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ 0 കാണിച്ചത്. നമുക്ക് കുറച്ച് ഡേറ്റ ഡിലീറ്റ് ചെയ്ത് നോക്കാം. നോക്ക്, ഇവിടെ അപ്പം 16 ആയി. അപ്പൊ നമ്മൾ ഇവിടെ ജെൻഡറിന്റെ കൗണ്ട് കണ്ടുപിടിച്ച സ്ഥലത്ത് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് കണ്ടുപിടിച്ച സ്ഥലത്ത് 984 ആയി വാല്യൂസ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ഈ കൗണ്ട് ബ്ലാങ്ക് അതായത് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ നോൺ എം ടി വാല്യൂസിന്റെ മാത്രം കൗണ്ടേ കാണിക്കത്തുള്ളൂ. എം ടി വാല്യൂസ് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ കൗണ്ട് കാണിക്കത്തില്ല. ഓക്കെ, ദെൻ ഇനി അടുത്ത ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ കൗണ്ട് ആയി, കൗണ്ട് എ ആയി, കൗണ്ട് ബ്ലാങ്ക് ആയി. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് കൗണ്ട് ഇഫ്. കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് വേണ്ട വാല്യൂസിന്റെ കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ഇഫ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നമുക്ക് ടോട്ടൽ എമൗണ്ട് എടുക്കാം. ടോട്ടൽ എമൗണ്ട് റേഞ്ച് ആയിട്ട് കൊടുത്തു. നമുക്കൊരു ക്രൈറ്റീരിയ വേണമല്ലോ. നമുക്ക് ലെസ് ദാൻ 1000 കൊടുത്തു നോക്കാം ക്രൈറ്റീരിയ. അതായത് 1000 രൂപേനേക്കാൾ കൂടുതൽ, അല്ല 1000 രൂപേനേക്കാൾ കുറവ് ടോട്ടൽ എമൗണ്ട് ഉള്ള വാല്യൂസിന്റെ എണ്ണം. ഓക്കെ, 798 എണ്ണം ഉണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് സോർട്ട് ചെയ്തിട്ട് ശരിയാണോ നോക്കാവേ. ആയിരം രൂപേനേക്കാൾ കുറവാണ് നമ്മൾ നോക്കിയത്. നോക്ക്, 798 1000 രൂപേനേക്കാൾ കുറവുള്ള ടോട്ടൽ എമൗണ്ടിന്റെ എണ്ണം 798. ഓക്കെ, ഇനി അപ്പം കൗണ്ട് ഇഫ് എന്താന്നുള്ള പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്തതാണ് കൗണ്ട് ഇഫ്സ്. അതായത് ഒരു എസും കൂടെ വരും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുത്തിട്ട് നമുക്ക് കൗണ്ട് കണ്ടുപിടിക്കാം. അതായത് ഇപ്പൊ നമുക്കിപ്പം ബ്യൂട്ടി പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് റേഞ്ച് കൊടുക്കുവാണ്. ബ്യൂട്ടി പ്രൊഡക്റ്റ് ക്രൈറ്റീരിയ കൊടുത്തു, ബ്യൂട്ടി. ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ള മെൻസിന്റെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, മെയില്. ജെൻഡർ, അപ്പൊ നമ്മൾ ജെൻഡർ റേഞ്ച് കൊടുത്തു, കോമ ക്രൈറ്റീരിയ കൊടുക്കുകയാണ് മെയില്. 141 പേരാണ് ബ്യൂട്ടി പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള മെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ഏജ്. ഓക്കെ, കൗണ്ട് ഇറ്റ്സ് ഏജ് നമുക്ക് 30 വയസ്സിൽ താഴെ ഉള്ളവരുടെ ഉള്ള ഫീമെയിൽസ് എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്രൈറ്റീരിയ കൊടുക്കുകയാണ് ലെസ് ദാൻ 30, കോമ അടുത്ത രണ്ടാമത്തെ ക്രൈറ്റീരിയയുടെ റേഞ്ച് കൊടുക്കുകയാണ്
കോമ ഫീമെയിൽ. 129 പേരാണ് 30 വയസ്സിന് താഴെയുള്ള ഫീമെയിൽസ് ഈ നമ്മുടെ ഈ ഡേറ്റ സെറ്റിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പം എന്തൊക്കെയാ പഠിച്ചത്? കൗണ്ട്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്, കൗണ്ട് ഇഫ്സ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്ന ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൊടുത്താൽ മതി. ഫോർമുല ടെക്സ്റ്റ്, നമുക്ക് വേണ്ട കോളം സെല്ലിന്റെ ഇത് കണ്ടോ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഫോർമുലാസും കിട്ടി. നമ്മൾ ഫോർമുല ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചു, ടോട്ടൽ എമൗണ്ടിന്റെ കൗണ്ട് കണ്ടുപിടിച്ചു. ദെൻ കൗണ്ട് എ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ കാറ്റഗറിക്കൽ വേരിയബിളിന്റെ കൗണ്ട് കണ്ടുപിടിച്ചു. നമുക്ക് ഈ കൗണ്ട് എ വെച്ചിട്ട് ഈ ആൽഫ ന്യൂമറിക്കൽ വാല്യൂസിന്റെ കൗണ്ട് കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് കസ്റ്റമർ ഐ ഡിയുടെ ഒന്ന് നോക്കാം. കൗണ്ട് എ, കണ്ടോ, എല്ലാ ടൈപ്പ് വേരിയബിളിന്റെയും നമുക്ക് കൗണ്ട് വെച്ചിട്ട് നമുക്ക് കൗണ്ട് കിട്ടും. ഓക്കെ, പിന്നെ കൗണ്ട് ബ്ലാങ്ക് പഠിച്ചു. പിന്നെ കൗണ്ട് എയില് നോൺ എം ടി വാല്യൂസിന്റെ മാത്രം കൗണ്ടേ കിട്ടത്തുള്ളൂ. ആൻഡ് കൗണ്ട് ഇഫ് പഠിച്ചു. കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ കൗണ്ട് കണ്ടുപിടിക്കുന്നതാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 1000 രൂപയിൽ താഴെ ടോട്ടൽ എമൗണ്ട് വരുന്ന എത്ര വാല്യൂസ് ഉണ്ടെന്നാണ്. നെക്സ്റ്റ് നമ്മൾ കൗണ്ട് ഇഫ്സ് പഠിച്ചു. അത് നമുക്ക് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ എന്താ കൗണ്ട് കണ്ടുപിടിക്കുന്നതാണ്. നമ്മളിവിടെ ചെയ്തത് ബ്യൂട്ടി പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള മെയിൽസിന്റെ കൗണ്ട് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മളിവിടെ 30 വയസ്സിന് താഴെ പ്രായമുള്ള ഫീമെയിൽസിന്റെ കൗണ്ട് കണ്ടുപിടിച്ചു. ആൻഡ് ദെൻ നമ്മൾ ഒരു ആൽഫ ന്യൂമറിക് വാല്യൂവിന്റെ കൗണ്ട് വെച്ചിട്ട് വേരിയബിളിന്റെ കൗണ്ട് നമ്മൾ കൗണ്ട് വെച്ചിട്ട് ജസ്റ്റ് കണ്ടുപിടിച്ചു. ഇത്രയുമാണ് കൗണ്ട് ഫംഗ്ഷനകത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കൗണ്ട് ഫംഗ്ഷൻ പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് സം ഫംഗ്ഷൻ പഠിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് വേറൊരു ഡേറ്റ സെറ്റ് എടുക്കുവാണ്. ഓക്കെ, ഇതും റീറ്റെയിൽ സെയിൽസിന്റെ ഡേറ്റ സെറ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് പിന്നെ ഇച്ചിരി നമുക്ക് വേരിയബിൾസ് കൂടുതലുള്ളത് ഇതിനകത്ത് കസ്റ്റമർ റേറ്റിംഗ് ഉണ്ട്, പിന്നെ ടാർഗറ്റ് ഉണ്ട്, ആൻഡ് പിന്നെ പ്രൊഡക്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്, ആൻഡ് സെയിൽസ് പേഴ്സൺ, റീജിയൻ, ഇത്രയും സാധനങ്ങളും കൂടെ ഈ ഡേറ്റ സെറ്റിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡേറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് സം ഫംഗ്ഷൻ പഠിക്കാം. സം, ഓക്കെ, സം ഫംഗ്ഷൻ നമുക്ക് ഒരുപാട് സം ഫംഗ്ഷൻസ് ഉണ്ട്. സമ്മ, സം ഇഫ്, സം ഇഫ്സ്, സം പ്രൊഡക്റ്റ്, സം എസ് ക്യൂ, അങ്ങനെ കുറച്ച് സം ഫംഗ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് സമ്മ്, സം ഇഫ്, സം ഇഫ്സ്, ഈ 3 ഫംഗ്ഷൻസ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്കറിയാം സം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വാല്യൂസ് ആഡ് ചെയ്യുന്നതാണ് സം എന്ന് പറയുന്നത്. ഓക്കെ, സം ഓഫ് ടോട്ടൽ സെയിൽസിന്റെ സമ്മ് കണ്ടുപിടിക്കാം, ടോട്ടൽ സെയിൽസിന്റെ സമ്മ്. അതേപോലെ സം ഓഫ് നമുക്ക് ക്വാണ്ടിറ്റിയുടെ സമ്മ് കണ്ടുപിടിക്കാം, ക്വാണ്ടിറ്റിയുടെ സമ്മ്. ഓക്കെ, അങ്ങനെ സം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമുക്ക് സം ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. സം ഇഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ഇഫിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് സമ്മ് കണ്ടുപിടിക്കുന്നതാണ് സം ഇഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആദ്യം നമ്മൾ കൊടുക്കുന്ന കണ്ടീഷന്റെ റേഞ്ച് ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്താ കണ്ടുപിടിക്കാം? അനു എന്ന് പറയുന്ന സെയിൽസ് പേഴ്സന്റെ ടോട്ടൽ സെയിൽസിന്റെ സം എത്രയാന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ അപ്പം ഫസ്റ്റ് നമ്മുടെ കണ്ടീഷന്റെ റേഞ്ച് കൊടുത്തു, കോമ, കണ്ടീഷൻ എന്താന്നുള്ളത് കൊടുത്തു, അനു ആണ് കണ്ടീഷൻ, കോമ, നമുക്ക് എന്തിന്റെയാണോ സമ്മ് വേണ്ടത്, ഇത്രയാണ് അനുവിന്റെ ടോട്ടൽ സെയിൽസിന്റെ സമ്മ്. ഓക്കെ, നമുക്ക് അനുവിന്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ സം ഓഫ് ക്വാണ്ടിറ്റി. ഓക്കെ, സെയിൽസ് പേഴ്സൺ ക്രൈറ്റീരിയ കൊടുത്തു, ക്രൈറ്റീരിയ കൊടുത്തു, നമുക്ക് സമ്മ് വേണ്ടത് ക്വാണ്ടിറ്റിയുടെ അല്ലേ.
സമ്മ് വേണ്ടതിന്റെ റേഞ്ച് കൊടുത്തു. അനു ഇഫ് 16. ഇതാണ് അനു എത്ര ക്വാണ്ടിറ്റി സെയിൽ ചെയ്തെന്നുള്ളതാണ്, ടോട്ടൽ ക്വാണ്ടിറ്റി ആണ് 16. അപ്പം സം ഇഫും ആയി. ഇനി നമുക്ക് അടുത്തതാണ് സം ഇഫ്സ്. ഓക്കെ, ഇഫ്സ് നമ്മൾ കൗണ്ട് ഇഫ് സി പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ സമ്മ് കണ്ടുപിടിക്കുന്നതാണ് സം ഇഫ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്തിന്റെയാണോ സമ്മ് വേണ്ടത് അതിന്റെ റേഞ്ച് ആണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ക്രൈറ്റീരിയയുടെ റേഞ്ച്, ദെൻ ക്രൈറ്റീരിയ, ദെൻ അടുത്ത ക്രൈറ്റീരിയയുടെ റേഞ്ച്, പിന്നെ അടുത്ത ക്രൈറ്റീരിയ, അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ജോൺ എന്ന് പറയുന്ന സെയിൽസ് പേഴ്സണ് 4ൽ കൂടുതൽ കസ്റ്റമർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ടോട്ടൽ സെയിൽസിന്റെ സമ്മ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് എന്തിന്റെയാണോ സമ്മ് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ റേഞ്ച്, കോമ നമ്മുടെ ക്രൈറ്റീരിയയുടെ റേഞ്ച്, കോമ ക്രൈറ്റീരിയ എന്താന്നുള്ളത് ജോൺ, കോമ ദെൻ അടുത്ത ക്രൈറ്റീരിയയുടെ റേഞ്ച്, ക്രൈറ്റീരിയ എന്താന്നുള്ളത് നമുക്ക് എന്താ ഗ്രേറ്റർ ദാൻ 4 കൊടുക്കാം, ഗ്രേറ്റർ ദാൻ 4. ലുക്ക്, ജോൺ എന്ന് പറയുന്ന സെയിൽസ്മാന് 4ൽ കൂടുതൽ കസ്റ്റമർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള സെയിൽസിന്റെ ടോട്ടൽ സെയിൽസിന്റെ സമ്മ്. ഇനി നമുക്ക് വേറൊരെണ്ണം കണ്ടുപിടിക്കാം. സം ഇഫ്സ് നമുക്ക് എന്താ രവി എന്ന് പറയുന്ന സെയിൽസ്മാന് മൊബൈല് സെയിൽ ചെയ്തപ്പോൾ ഉള്ള ടോട്ടൽ സെയിൽസിന്റെ സമ്മ് എത്രയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സമ്മ് കണ്ടുപിടിക്കേണ്ട റേഞ്ച്, ഇനി നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയയുടെ റേഞ്ച്, നമ്മുടെ ക്രൈറ്റീരിയ രവിയാണ് ക്രൈറ്റീരിയ, സെക്കൻഡ് ക്രൈറ്റീരിയയുടെ റേഞ്ച്, ക്രൈറ്റീരിയ മൊബൈലാണ് ക്രൈറ്റീരിയ, 75,000 ആണ് സമ്മ് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് സമ്മ്, സം ഇഫ്, സം ഇഫ്സിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമുക്ക് ഫോർമുല നോക്കാം. ഫോർമുല ടെക്സ്റ്റ്, ഓക്കെ, നമ്മൾ ഫസ്റ്റ് സമ്മ് കണ്ടുപിടിച്ചു, ടോട്ടൽ സെയിൽസിന്റെ സമ്മ് കണ്ടുപിടിച്ചു, ക്വാണ്ടിറ്റിയുടെ സമ്മ് കണ്ടുപിടിച്ചു, ദെൻ സം ഇഫ് എന്താ ചെയ്തേ, അനു എന്ന് പറയുന്ന സെയിൽസ് പേഴ്സന്റെ ടോട്ടൽ സെയിൽസിന്റെ സമ്മ് കണ്ടുപിടിച്ചു, അനു എത്ര ക്വാണ്ടിറ്റി സെയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു, ദെൻ ജോണിന്റെ സം ഇഫ്സ് വെച്ചിട്ട് ജോൺ എന്ന് പറയുന്ന സെയിൽസ് പേഴ്സന് ഗ്രേറ്റർ ദാൻ 4 കസ്റ്റമർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ടോട്ടൽ സെയിൽസിന്റെ സമ്മ് കണ്ടുപിടിച്ചു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ രവി എന്ന് പറയുന്ന സെയിൽസ് പേഴ്സണ് മൊബൈല് സെയിൽ ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന ടോട്ടൽ സെയിൽസിന്റെ സമ്മ് കണ്ടുപിടിച്ചു. ഇത്രയുമാണ് നമ്മൾ സം ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് ഒന്നോടെ ഒന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് എന്താന്നുള്ളത് പറഞ്ഞു. ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോ ഡേറ്റനെ എക്സാമിൻ ചെയ്ത് അതിൽ നിന്നും നമുക്ക് വേണ്ട ഇൻസൈറ്റുകളും പാറ്റേൺസും ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്ത് ഒരു ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റ അനലിറ്റിക്സിന്റെ എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു, 4 ടൈപ്പ് ആണുള്ളത്. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞത് ഡേറ്റ അനലിറ്റിക്സ് അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു. ഡേറ്റ കളക്ഷൻ, ഡേറ്റ ക്ലീനിങ്, ഡേറ്റ അനാലിസിസ്, ഡേറ്റ വിഷ്വലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, പിന്നെ നമ്മൾ ഡേറ്റ അനാലിസിസും ഡേറ്റ അനലിറ്റിക്സും തമ്മിലുള്ള ആ ഒരു ചെറിയ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു. ആൻഡ് പിന്നെ നമ്മൾ ടൂൾസ് ഏതൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞു. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൂൾസ് ആണ് പറഞ്ഞത്. നമ്മൾ ബിഗ് ഡേറ്റകളിലേക്കൊക്കെ വരുമ്പം, ബിഗ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഡേറ്റയാണ് ബിഗ് ഡേറ്റ. അത്രയും വലിയ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ആണ്. അപ്പം ബിഗ് ഡേറ്റ ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യണം. നമുക്ക് എന്താ ഹഡൂപ്പ്,
സ്പാർക്ക് പോലെയൊക്കെയുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. ആൻഡ് പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ആൻഡ് പിന്നെ നമ്മൾ ഒരു കൗണ്ട് ഫംഗ്ഷൻ എക്സെൽ ചെയ്തു. ആൻഡ് ഇപ്പോൾ നമ്മൾ സം ഫംഗ്ഷൻ ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ഇനി നമുക്ക് ഡൗട്ടൊക്കെ ഫ്രൈഡേ ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.